യിരെമ്യാവിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വളരെ സുപരിതമായ ഭാഗമാണ്. യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ച് ജനം ബാബിലോണി അടിമത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമാണത്. എല്ലാവരും അടിമകളാക്കി ബാബിലോൺ രാജാവ് കൊണ്ടുപോവുകയാണ്. അതിന്റെ മധ്യത്തിലാണ് യിരെമ്യാവിന്റെ ഈ പ്രവചനം. അടിമകളായി കൊണ്ടുപോവുകയാണ്. 70 വർഷത്തേക്ക് തിരിച്ചു വഴുവാൻ കഴിയുകയില്ല. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ യിരെമ്യാ പ്രവാചകൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു സ്ഥലം മേടിച്ച് അതിൻ്റെ ഡോക്യുമെന്റുകളെല്ലാം ആധാരമൊക്കെ റെഡിയാക്കി അതൊരു സ്ഥലത്ത് കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ അടിമകളായി പോകുന്നുവെങ്കിലും നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. ചുറ്റും നോക്കുമ്പോൾ ഇസ്രായേൽ മൊത്തം ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ശത്രു സൈന്യം വന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്ന ആ പ്രവചനമാണ് താൻ പറയുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വൻ വിടുതലുകളെയും വൻ പ്രവൃത്തികളെയും പ്രവചിച്ച് ആശ്ചര്യപ്പെടുന്ന ഒരു വചനമാണ്. അത് നിങ്ങൾക്കും നമുക്കും ഒരു ദൂതാണ് ദൈവത്തിൽ നിന്ന്. ഇന്ന് ഒത്തിരി വർഷങ്ങളായി വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ, കെടുതികൾ അനുഭവിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ വെള്ളിച്ചുകൊണ്ടേ ഈ വചനം നിങ്ങളിലേക്ക് അയക്കുകയാണ്. ദൈവം എപ്പോഴും ചെയ്യുന്നത്, ദൈവം തന്റെ വചനത്തെ അയക്കും. God sends his word first. ദൈവം എന്ത് ചെയ്യുന്നതിന് മുമ്പേയും ദൈവം തന്റെ വചനത്തെ അയക്കും. ആ വചനം ഒരു നല്ല മറിയെ പോലെ നാം ആ വചനത്തെ അങ്ങ് ഏറ്റെടുത്താൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ക്രിയ ദൈവം അയച്ച ആ വചനത്തിന്മേൽ നടക്കുവാനിടയായിത്തീരും. ആ വചനം വായിച്ചു കേൾക്കാം. യിരെമ്യാവ് 32 അതിന്റെ 17-ാമത്തെ വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിന്റെ നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. Ah Lord God, behold, you have made the heavens and the earth by your great power and by your outstretched arm, and nothing is too difficult to you. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഇതൊരു പ്രവചന ശബ്ദമാണ്, ദൂതാണ്. നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന ക്രോസ് റോഡ്സ് ആണെങ്കിൽ ആകാശവും ഭൂമിയെയും ചമച്ച ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളിലേക്ക് വരികയാണ്. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു വരും. സ്തോത്രം. വർഷങ്ങളായി നാം നേരിടുന്ന പൈശാചികമായ പ്രതിസന്ധികൾ കർത്താവിന്റെ നാമത്തിൽ അത് മാറും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. ഈ വചനത്തെ നമുക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് അതിനൊന്ന് സ്വീകരിക്കാം. നാം അത് സ്വീകരിക്കുമ്പോഴാണ് അത് നമ്മുടെ ആയിത്തീരുന്നത്. ഒരു വചനം നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളൊന്ന് റിസീവ് ചെയ്താൽ, ലംബാനോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. You will receive. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ ഒന്ന് റിസീവ് ചെയ്താൽ, നമ്മളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് റിസീവ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ പറയപ്പെട്ടിരിക്കുന്ന ഈ വചനം നിവർത്തിയാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ വചനം വായിച്ച് നമുക്ക് സ്തോത്രം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. നിനക്ക് അസാധ്യമായത് ഒന്നും ഇല്ല. Nothing is too difficult for you. 27-ാമത്തെ വാക്യത്തിലും ഈ വചനം തന്നെ ആവർത്തിക്കുന്നു. Behold, I am the Lord, the God of all flesh. Is anything too difficult for me? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് കഴിയാത്തത് വല്ലതും ഉണ്ടോ? Is there anything too difficult for me? Hallelujah. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. എന്താണ് ഒരു ഡെലിവറൻസ് ശുശ്രൂഷ? ഹല്ലേലൂയ. ദുരാത്മാക്കളെ, അശുദ്ധാത്മാക്കളെ, പൈശാചിക ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷ. യേശു തന്റെ 12 ശിഷ്യന്മാരെ പരിശീലിപ്പിച്ച് അവർക്ക് ദുരാത്മാ ശക്തികളുടെ മേൽ അധികാരം കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ്. നിങ്ങൾ പോയി രോഗികളെ ദൈവരാജ്യം പ്രസംഗിക്കണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7-ഉം 8-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. The book of Matthew chapter 10 verse 7 and 8. നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതൊരു ഡെലിവറൻസ് ശുശ്രൂഷ മാത്രമല്ല, ഇത് ഡെലിവറൻസിന് വേണ്ടി നിങ്ങളെ പരിശീലിപ്പിക്കുന്ന ഒരു ക്ലാസ്സും കൂടെയാണ്, ഒരു വർക്ക്ഷോപ്പും കൂടെയാണ്. നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ ഈ ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ടിംഗ് പ്ലേസും കൂടെയാണിത്. കർത്താവിന്റെ കൂടെ നടന്ന സ്തോത്രം ശിഷ്യന്മാർ വിടുതൽ പ്രാപിച്ചു എന്ന് മാത്രമല്ല, അവർ വിടുതൽ ശുശ്രൂഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കർത്താവ് അവരെ കയറ്റുവാൻ ഇടയായി. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ ഒരു വിടുതലിന്റെ ആവശ്യമായിട്ടായിരിക്കാം വന്നിരിക്കുന്നത്. പക്ഷേ the goal is not just to have a deliverance to you, but you're becoming a minister of God's deliverance. ഇന്ന് ഹല്ലേലൂയ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഇവിടെ
കൈമാറ്റങ്ങൾ, ട്രാൻസ്ഫറുകൾ നടക്കുകയാണ്, പകർച്ചകൾ നടക്കുകയാണ്, ആമേൻ. പുതുപ്പുകൾ പകരപ്പെടുകയാണ്, ആമേൻ. ഇംപാർട്ടേഷനുകൾ നടക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്നതെല്ലാം നമുക്ക് റിസീവ് ചെയ്യാം. ആമേൻ. യെസ്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. നിങ്ങൾ ഘോഷിക്കണം. എന്താ ഘോഷിക്കേണ്ടത്? സ്വർഗരാജ്യം, ദൈവരാജ്യം വന്നിരിക്കുന്നു, സമീപിച്ചിരിക്കുന്നു. രാജാവായ യേശു തന്റെ രാജ്യം വീണ്ടും തിരിച്ച് ഭൂമിയിൽ സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രഘോഷിക്കണം, നിങ്ങൾ പ്രസംഗിച്ച് പ്രഖ്യാപിക്കണം. രോഗികളെ സൗഖ്യമാക്കണം, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഓക്കെ, ഭൂതങ്ങളെ അല്ലെങ്കിൽ ദുരാത്മാക്കളെ, അശുദ്ധാത്മാക്കളെ പുറത്താക്കണം. യെസ്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. ഈ കൃപ, ഈ അധികാരം, ഈ അഭിഷേകം, ഈ ദൈവശക്തി നിങ്ങൾ സൗജന്യമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. സൗജന്യമായി കൊടുപ്പീൻ. സൗജന്യമായി നിങ്ങൾ അതിനെ വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഡെലിവറൻസ് മിനിസ്റ്റർ ആരാണ്? ഒരു മനുഷ്യനല്ല, നമ്മുടെ കർത്താവായ യേശു. ആമേൻ. ഇന്ന് യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് വിടുതലുകൾ നടക്കും, സൗഖ്യങ്ങൾ നടക്കും, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. എവിടെ ഈ മെസ്സേജ് എത്തുന്നു അവിടെ എല്ലാം വിടുതലുകൾ നടക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മാത്രയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ആത്മാവ്, ആ അഭിഷേകം, ആ സാന്നിധ്യം നിങ്ങളെ കയറി പിടിക്കും. Hallelujah. സ്വാതന്ത്ര്യം പ്രാപിക്കും. Today is a day of great freedom and great breakthroughs. Amen. അപ്പോൾ ദുരാത്മാക്കളെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഒരു വിടുതൽ ശുശ്രൂഷ. കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ മീറ്റിംഗുകളിലും ഒക്കെ നമ്മൾ ഒത്തിരി പഠനത്തിൽ കൂടെയും ധ്യാനത്തിലൂടെയും എന്താണ് ദുരാത്മാക്കൾ ചെയ്യുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഹല്ലേലൂയ, കള്ളം വന്നത് അവൻ മുടിപ്പാനും മറപ്പാനും നശിപ്പാനും വന്നിരിക്കുന്നു. എന്താണ് ദൈവത്തിന്റെ ഹൃദയം? ഈ ഡെലിവറൻസ് മീറ്റിംഗിലൂടെ യേശു വന്നതിലൂടെ, ഈ സുവിശേഷം കേൾക്കുന്നതിലൂടെ, ഈ സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിലൂടെ എന്ത് സംഭവിക്കും? സമൃദ്ധിയുള്ള ജീവൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവനും, ആ കരമുയർത്തി എന്ന് പറയാം, ജീവനും സമൃദ്ധിയുള്ള ജീവൻ. നിങ്ങൾ എത്ര കൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, എത്ര സ്തോത്രം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഇന്ന് പകൽക്കാലം എന്റെ യേശു വന്നത്, യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്, ഈ വചനം ഇവിടെ പ്രവർത്തിക്കുന്നത്, ഇവിടെ വ്യാപരിക്കുന്ന ഈ അഭിഷേകം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും സമൃദ്ധിയുള്ള ജീവനിലേക്ക് നമ്മെ കൊണ്ടുവരും. യെസ്. ആ വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മോഷ്ടിപ്പാനും അറപ്പാനും അല്ലാതെ, കുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. How do you spot demon activity? എങ്ങനെയാണ് പൈശാചിക പ്രവർത്തികൾ നടക്കുന്നു, ദുരാത്മ പ്രവർത്തികൾ നടക്കുന്നു, ദുഷ്ടന്റെ പ്രവർത്തികൾ നടക്കുന്നു? എവിടെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ, നിങ്ങളുടെ ആത്മാവിൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ദേഹിയിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ എവിടെങ്കിലും ഈ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ, if you spot stealing, killing and destroying, that's not the work of God. അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മോഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്, മുടിക്കുന്ന, ഇല്ലേ, വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴും തിന്നുകളയുന്ന. എന്താണ് ഈ ദുരാത്മാ പുഴുക്കൾ ചെയ്യുന്നത്? ഈ ദുരാത്മാ പുഴുക്കൾ അവർ നമ്മുടെ സംവത്സരങ്ങളെ തിന്നുകളയും, നമ്മുടെ നന്മകളെ തിന്നുകളയും, നമ്മുടെ ആരോഗ്യത്തെ കവർന്നെടുക്കും, നമ്മുടെ സമാധാനത്തെ, സന്തോഷത്തെ, സകലത്തെയും കവർന്ന് തിന്നുന്ന, മുടിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമാണ് അന്ധകാരത്തിന്റെ മണ്ഡലം. പക്ഷേ യേശു പറയുകയാണ്, മക്കളെ ഭയപ്പെടേണ്ട. നഷ്ടപ്പെട്ട ദൈവത്തിന്റെ രാജ്യം സ്വർഗത്തിൽ എങ്ങനെ ദൈവം വാഴുന്നു അത് ഭൂമിയിൽ സ്ഥാപിക്കുവാനാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ യേശു ഈ ഭൂമിയിൽ വന്നു. അതിനുവേണ്ടി വലിയൊരു വില, കാൽവറി ക്രൂശിന്റെ യാഗത്തിൽ കർത്താവ് സ്തോത്രം നിവർത്തിച്ചു. തന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ക്രൂശിൽ യേശു ആ ഡെലിവറൻസിന്റെ വില, രക്ഷയുടെ വില. ഹല്ലേലൂയ. ആമേൻ. ആ കരം ഉയർത്തി കർത്താവിനെ നന്ദി പറയാം. അതുകൊണ്ട് ഇന്നും എന്നെ കേൾക്കുന്ന നിങ്ങൾ നിശ്ചയമായി നിങ്ങൾ സമൃദ്ധിയുള്ള ജീവന്റെ അനുഭവത്തിലേക്ക്. ഹല്ലേലൂയ. അപ്പോൾ ദുരാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? ദുരാത്മാക്കൾ അവർ മോഷ്ടിക്കും, അറക്കും, മുടിക്കും. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തി പെട്ടെന്ന് സ്വന്തം രോഗിയായി തീരുന്നു, പെട്ടെന്ന് രോഗാത്മാവിനാൽ പിടിക്കപ്പെടുന്നു. ദുരാത്മാക്കൾ വ്യത്യസ്തമായ രീതികളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കുറെ മീറ്റിങ്ങുകളിൽ, ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒത്തിരി കേട്ടു. ഇന്ന് പ്രധാനമായ 2 ദുരാത്മ മണ്ഡലങ്ങളെയാണ് കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം, രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവ്, the spirit of infirmity. രോഗത്തിന്റെ പിന്നിൽ ഒരു ആത്മാവ് പ്രവർത്തിക്കുന്നു. ഡോക്ടർമാർ നോക്കുമ്പോൾ ഇത് രോഗമാണ്, ക്യാൻസർ ആണ്. അതിന്റെ സൈനും സിംറ്റമും ബോഡിയിൽ കാണിക്കുന്നു. ഡോക്ടേഴ്സ് പരിശോധിക്കുന്നു, അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്യുന്നു, CT സ്കാൻ ചെയ്യുന്നു, MRI ചെയ്യുന്നു, പെറ്റ് സ്കാൻ എടുക്കുന്നു. എല്ലാം സ്കാൻ ചെയ്യുമ്പോൾ എന്താണ്? ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ട്യൂമറിന്റെ ഗ്രോത്തുകളാണ് അവർക്ക് കാണുവാൻ കഴിയുന്നത്. ഡയഗ്നോസിസ് ക്യാൻസർ. ശരീരത്തിൽ അർത്രൈറ്റിസ് ബാധിച്ചു. നോക്കുമ്പോൾ സന്ധികളെല്ലാം വിരൂപമാകുന്നു, പ്രവർത്തിക്കുന്നില്ല, നീര് വെച്ചിരിക്കുന്നു, വേദനയാണ്. അർത്രൈറ്റിസ്.
പക്ഷെ മിക്ക രോഗങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അദൃശ്യമായി പ്രവർത്തിക്കുന്ന, ഇൻവിസിബിളായി മറഞ്ഞിരിക്കുന്ന ഒരു ആത്മതലമുണ്ട്. ഞാൻ ഉൾപ്പെടെ ഡോക്ടറാണ്, സർജനാണ്, ഓപ്പറേഷൻ ചെയ്യുകയാണ്, ഇതിനെ ഫിസിക്കലായി കൈകാര്യം ചെയ്യുകയാണ്. പക്ഷേ എല്ലാ രോഗത്തിന്റെ പിന്നിലും ഒരു ആത്മതലമുണ്ട്. ഇന്ന് ഈ വചനങ്ങൾ പറയുമ്പോൾ we are spotting the spirit of infirmity. ചെറിയ അസുഖങ്ങളായിക്കോട്ടെ, ചെറിയ രോഗങ്ങളായിക്കോട്ടെ, വലിയ അസുഖങ്ങളായിക്കോട്ടെ, മാറാ രോഗങ്ങളായിക്കോട്ടെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചറിയുക, സ്പോട്ട് ചെയ്യുക. We are recognizing. അന്ധകാരത്തിന്റെ മണ്ഡലം എപ്പോഴും ഒളിഞ്ഞ് മറഞ്ഞ് പതിയിരുന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, താല്പര്യപ്പെടുന്നത്. They never want to expose. വളരെ ഡീസന്റ് ആയി ഇരിക്കും. പക്ഷെ അവരെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, വിടുതലിന്റെ ആ സാന്നിധ്യവും അഭിഷേകവും വിടുതലിന്റെ വചനവും വന്നു കഴിയുമ്പോൾ അവർ അസ്വസ്ഥരാകും. Because they hate the ministry of deliverance. ഈ ശുശ്രൂഷയെ പൈശാചിക മണ്ഡലം വെറുക്കുന്നു. അതുകൊണ്ടാണ് ഡെലിവറൻസിന്റെ മിനിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇത് സ്ഥിരമായി ചെയ്യുന്ന, പഠിപ്പിക്കുന്ന, വളർത്തിയെടുക്കുന്ന ശുശ്രൂഷകരെ പിശാച് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? വലയ്ക്കും, തകർക്കും. ഇത് പ്രസംഗിക്കാൻ പാടില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രസംഗിച്ചോ, പക്ഷെ ദുരാത്മാക്കളുടെ മേൽ അധികാരമുണ്ടെന്ന് മാത്രം നിങ്ങൾ പ്രസംഗിക്കരുത്. ഞങ്ങളെ പുറത്താക്കരുത്, ഞങ്ങളെ എക്സ്പോസ് ചെയ്യരുത്. പക്ഷെ കർത്താവ് എവിടെ പോയാലും ദുരാത്മാക്കളെ സ്പോട്ട് ചെയ്ത് ദുരാത്മ പ്രവർത്തികളെ പുറത്താക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. He is our master. He is our example. നമ്മുടെ ഹല്ലേലൂയ മുന്നോടിയായി കർത്താവ് പോയി അങ്ങനെ തന്നെ ചെയ്തു. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കള്ളന്റെ പ്രവർത്തികളെ, ദുരാത്മ പ്രവർത്തികളെ, സ്വന്തം രോഗമുണ്ടാക്കുന്ന, അതിന്റെ പിന്നിൽ ഒളിഞ്ഞ് മറഞ്ഞ് പതിയിരുന്ന ആ രോഗാത്മാവിനെ നാം പിടിക്കുക, അതിനെ പിടിച്ചു കെട്ടുക, അതിന്റെ ശക്തിയെ നിർവീര്യമാക്കുക. അതിനുമേൽ ദൈവത്തിന്റെ ഈ വാള് നമ്മൾ ഒരു കോടാലി പോലെ നമ്മൾ അതിനെ കട്ട് ചെയ്യുക, അതിന്റെ വേരിളക്കി കളയുക. രോഗമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗാത്മാവിനാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീണ്ട കാലങ്ങൾ നിങ്ങൾ എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അതിലൊരു ബ്രേക്ക് ത്രൂ കണ്ടില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ദിവസമാണ്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. God wants to heal and deliver you this morning. മത്തായി സുവിശേഷം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. The spirit of infirmity. We are recognizing and spotting and breaking the power of the spirit of infirmity. Yes. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു കുരുടനും ഒരു ഊമനുമായ ഭൂതഗ്രസ്തനെ നോക്കി. അവന് ഭൂതഗ്രസ്തനാണെന്ന് ആൾക്കാർക്ക് അറിയാം. അവന്റെ സ്വഭാവം കൊണ്ടും അവൻ കാണിക്കുന്ന പ്രവൃത്തികൾ കൊണ്ടും ഇവൻ ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി. യേശുവിന്റെ അടുത്ത് കൊണ്ടുവരികയാണ്. യെസ്. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. യേശു അവനെ സൗഖ്യമാക്കി. അപ്പോൾ കുരുടനായിരുന്ന വ്യക്തി, ഊമനായി സംസാരിക്കുവാൻ കഴിയാത്ത വ്യക്തി, ഊമാത്മാവുള്ള ആ വ്യക്തി, അവനെ കുരുടനാക്കി കളഞ്ഞിരിക്കുന്നതിന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു പൈശാചിക മണ്ഡലമുണ്ട്, ഒരു ആത്മമണ്ഡലമുണ്ട്, ഒരു ദുരാത്മ മണ്ഡലമുണ്ട്. യേശു എന്ത് ചെയ്തു? ആ ദുരാത്മാവിനെ പുറത്താക്കി. യേശു അവനെ സൗഖ്യമാക്കി. അപ്പോൾ രോഗങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മ ശക്തി, the spirit of infirmity, the spirit of sickness. കർത്താവ് ആ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ആ വ്യക്തി സൗഖ്യമായി. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളെ രോഗിയായി തീർക്കുന്ന, നിങ്ങളെ രോഗത്തിന്റെ അടിമയാക്കി തീർക്കുന്ന അങ്ങനെയുള്ള ദുരാത്മാവ് നിങ്ങളെ വിട്ടുപോകുമ്പോൾ, ആ ശക്തികൾ നിർവീര്യമാകുമ്പോൾ നിങ്ങൾ സൗഖ്യമാകും, നിങ്ങൾ സുഖം പ്രാപിക്കും, നിങ്ങൾക്ക് ആരോഗ്യം വരും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവ് ഇത്രയും വലിയൊരു അത്ഭുതം അവിടെ ചെയ്തു. ഊമൻ സംസാരിക്കുന്നു, അല്ലേ? കുരുടൻ കാണുന്നു. ഭയങ്കര ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ നടന്നു. പക്ഷേ ചിലർ ആ കാര്യത്തിൽ അവർക്ക് അത്ര അങ്ങോട്ടൊരു സന്തോഷം വന്നില്ല. അതിന് കാരണം നമുക്കത് വായിക്കാം. യെസ്, 23-ാമത്തെ വാക്യം. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. പുരുഷാരം വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. ഇവൻ ദാവീദിന്റെ പുത്രൻ തന്നെയോ? ഇത്ര അധികാരം. ഈ ദുരാത്മ മണ്ഡലത്തെ പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദുരാത്മ മണ്ഡലത്തിന്മേൽ പഴയ നിയമ വിശുദ്ധന്മാർക്കും ശക്തന്മാർക്കും ദൈവദാസന്മാർക്കും ഏലിയാവിനും മോശയ്ക്കും അന്നുണ്ടായിരുന്ന അഭിഷിക്തന്മാർക്ക് ദുരാത്മ മണ്ഡലത്തിന്മേൽ അധികാരമില്ലായിരുന്നു. പുതിയ നിയമത്തിന്റെ സവിശേഷതയാണ് ദുരാത്മ മണ്ഡലത്തിന്റെ മേൽ ഉള്ളൊരു അധികാരം. That's a unique ministry of the New Testament and that's why devil hates it with all his heart. അപ്പോൾ ജനം ആശ്ചര്യപ്പെട്ടു. ദാവീദിന്റെ പുത്രനാണോ എന്ന് അവര് വിസ്മയിച്ചു. അപ്പോൾ പരീശന്മാര് എന്താ പറഞ്ഞത്? അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വ്യക്തി സൗഖ്യമായി വിടുതൽ പ്രാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന ദൈവവചനം അറിയാവുന്ന പരീക്ഷ മനോഭാവമുള്ള പരീശന്മാരെന്ന് പറഞ്ഞു, പിശാചിന്റെ തലവനായ ബേൽസെബൂൽ അല്ലെങ്കിൽ ദ ലോർഡ് ഓഫ് ഫ്ലൈസ്, ഈച്ച പോലെ പ്രവർത്തിക്കുന്ന ദ ലോർഡ് ഓഫ് ഫ്ലൈസ്, അതിന്റെ തലവനെ കൊണ്ടാണ് ഈ സൗഖ്യം, ഈ വിടുതൽ കർത്താവ് നടത്തിയത് എന്ന് പറയുകയാണ്. കർത്താവിന്റെ ഉത്തരം ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ദൈവവചനത്തിന്റെ സത്യങ്ങളാണ് ഇന്ന് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നത് നാം ദൈവത്തിന്റെ വഴികളെയും സത്യങ്ങളെയും പിടിച്ചെടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു വിടുതൽ പ്രാപിച്ചു, നാളെ ഒരു പ്രശ്നം വരുമ്പോൾ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു വിടുതലിന്റെ ഒരു ശുശ്രൂഷ അന്വേഷണം നാം നടക്കും. പക്ഷേ ഈ ശുശ്രൂഷകളിൽ പാസ്റ്റർജിലേക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷന്മാരിലേക്ക് നിങ്ങൾ ഓടിവാ, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. No. This ministry is about equipping people.
This ministry is about empowering people. ഇന്ന് ഇവിടെയുള്ള ദേവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കും, നിങ്ങൾ വിടുതൽ പ്രാപിക്കും. പക്ഷെ നാളെ നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ആ നിലവാരത്തിലേക്ക് നിങ്ങളൊന്ന് പണിയപ്പെട്ട് നിങ്ങൾ ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വചനത്തെ പഠിപ്പിക്കുന്നത്. ഈ ഉപദേശ സത്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നത്. പൈശാചിക വ്യാപാരങ്ങൾ, പൈശാചിക പ്രവർത്തികൾ നടക്കുന്ന ദുരാത്മ മണ്ഡലം പ്രബലപ്പെടുന്നത്, അവൾ വാഴുന്നത് എപ്പോഴാണെന്നറിയാമോ? ജനം അന്ധകാരത്തിലായിരിക്കുമ്പോഴാണ്. ദൈവവചനത്തിന്റെ വെളിച്ചവും വെളിപ്പാടും ഇല്ലാതെ വരുമ്പോൾ പിശാച് വാഴും, ദുരാത്മ പ്രവർത്തികൾ വാഴും, പൈശാചിക മണ്ഡലം ആധിപത്യം സ്ഥാപിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ യേശു പിശാചിനെ പരസ്യ കാഴ്ചയായി തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ വിഷയം എത്ര വലുതാണെങ്കിലും എത്ര ഗുരുതരമാണെങ്കിലും നമ്മെ വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. ആമേൻ. അപ്പോൾ പരീശന്മാർ ബെയൽസെബൂലിനെ കൊണ്ട്, യെസ്, നമുക്ക് ആ വാക്യം നമ്മൾ വായിക്കാം. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടാണ് ഈ പ്രവൃത്തി യേശു ചെയ്തത് എന്ന് പറയുകയാണ്. പെട്ടെന്ന് കർത്താവ് ചില കാര്യങ്ങൾ പറയുകയാണ്. അത് വീണ്ടും ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. യേശു പൈശാചിക രാജ്യത്തെ തുറന്നു കാട്ടുകയാണ്, വരച്ചു കാട്ടുകയാണ്. എങ്ങനെയാണ് പൈശാചിക രാജ്യം പ്രവർത്തിക്കുന്നത്? ഒരു പൈശാചിക മണ്ഡലം ഉണ്ടോ? ഇങ്ങനെ പറഞ്ഞപ്പോൾ യേശു അല്ലല്ല എന്നൊന്നും പറയല്ല. കർത്താവ് വളരെ വ്യക്തമായി ചില സത്യങ്ങൾ പറയുകയാണ്. ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹപ്രദമാകണമെങ്കിൽ, ഈ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ തുറന്നു പോകണമെങ്കിൽ ഈ സത്യങ്ങൾ നാം അറിയണം. എന്താണ് കർത്താവ് പറഞ്ഞത്? അവനവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് ശൂന്യമാകും. യെസ്. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. ഒരു പട്ടണം ഗ്രഹം തന്നിൽ തന്നെ വഴക്കുണ്ടാക്കി ഛിദ്രിച്ചാൽ പിന്നെ അതിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ, സാത്താൻ തന്നെ സാത്താന്റെ അടിയിൽ പ്രവർത്തിക്കുന്നവരെ പുറത്താക്കുന്നുവെങ്കിൽ, അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയ, അവൻ തന്നിൽ തന്നെ ഊമനായി കുരുടനാക്കി ഈ മനുഷ്യനെ അങ്ങനെ ആക്കിയ ഈ ഒരു ദുരാത്മ മണ്ഡലം, ആ ദുരാത്മ മണ്ഡലം ഒരിക്കലും അവൻ സൗഖ്യമാകുവാൻ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ ടീമിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കി അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കുകയാണ്. പിശാചിന്റെ രാജ്യത്തിൽ അത് അനുവദിക്കുകയില്ല. അതുകൊണ്ടാണ് ലെഗ്യോൻ ബാധിച്ച 6000 ദുരാത്മാക്കൾ ബാധിച്ച ഭ്രാന്തനായ മനുഷ്യൻ പറയുകയാണ്, അവന്റെ ഉള്ളിലുള്ള ആ ദുരാത്മാക്കൾ പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ടെറിട്ടറി വിട്ട് ഞങ്ങളെ പുറത്താക്കരുത്. പുറത്താക്കിയാൽ ഞങ്ങൾക്ക് ഭയങ്കര ദണ്ഡനം കിട്ടും, പീഡനം കിട്ടും ഞങ്ങളുടെ മേലധികാരികളിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക, പന്നികളിലേക്ക് അങ്ങ് അയച്ചാൽ മതി. ഞങ്ങളുടെ ഈ റീജിയൻ വിട്ട്, ഈ സ്ഥലം വിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കയറിക്കോളാം. അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുക, പന്നികളിലേക്ക് അയച്ചേക്കാം. അന്ധകാരത്തിന്റെ രാജ്യം, പൈശാചിക രാജ്യം, അതിന്റെ തലവനായ പിശാചിന് ഒരു രാജ്യമുണ്ട്. ആദ്യത്തെ സത്യം, Satan has an evil kingdom, ഒരു കൗണ്ടർ കിങ്ഡം ഉണ്ട്. എന്താണ് ഇത്രയും വിഷയം? എന്താണ് ദൈവമക്കൾക്ക് ഇത്രയും വിഷയം? നമ്മളെല്ലാം അവന്റെ ടാർഗറ്റ് ലിസ്റ്റിലാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. The book of Revelation chapter 12 verse 7. പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി. സ്വർഗ്ഗത്തിൽ ഒരു യുദ്ധം. നോക്കിയേ, വെളിപ്പാട് പുസ്തകം ബൈബിളിന്റെ അവസാന പുസ്തകമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പേ പിശാചിനെ കർത്താവ് കാൽവരിയിൽ തകർത്തുവെങ്കിലും അവനെ ഇതുവരെ ന്യായം വിധിച്ചിട്ടില്ല. ഒരു യുദ്ധം സംഭവിക്കുകയാണ് വീണ്ടും. War in heaven. ദൈവരാജ്യവും അന്ധകാരത്തിന്റെ രാജ്യവും തമ്മിൽ ഭയങ്കരമായ ഒരു ആത്മയുദ്ധം, a spiritual war, a heavenly war, and there was war in heaven. യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ്, മിഖായേലിന്റെ ദൂതൻ പിശാചിനെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ വചനം തന്നെ ദൈവത്തിന്റെ പവറാണ്. ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുരാത്മാക്കൾ വിട്ടുപോകും, ആ നുഖങ്ങൾ അഴിയും, ബന്ധനങ്ങൾ കട്ടാകുകയാണ്. ദൈവത്തിന്റെ വചനത്തിന് ഭയങ്കര പവറാ. അതിന് പാസ്റ്റർ കൈവെക്കണമെന്നില്ല. പാസ്റ്ററിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകവും അധികാരവും എന്ന് പറയുമ്പോൾ ഈ വായിൽ ഹല്ലേലൂയ, ഈ വാക്കിൽ, വചനത്തിൽ ഹല്ലേലൂയ ഭയങ്കര പവറാ. ഈ സത്യം നിങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ള ദൈവ പ്രവർത്തികൾ ചെയ്യും. ആമേൻ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡെലിവറി സെഷനിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു യുദ്ധം. യെസ്, വായിക്കാം. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. തിരിച്ച് എന്താ, ഈ മഹാസർപ്പം അങ്ങോട്ട് മിഖായേലും ദൂതന്മാരും തമ്മിൽ പടവെട്ടുകയാണ്. യെസ്, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തിൽ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും, ഭൂതലത്തെ മൊത്തം തെറ്റിച്ച് അവന്റെ പ്രവൃത്തി നോക്കിയേ. ഹൗ ഡു യു സ്പോട്ട് ഡീമൺ ആക്ടിവിറ്റി? എങ്ങനെയാണ് പൈശാചിക പ്രവൃത്തികളെ അവൻ തെറ്റിക്കുന്നവനാണ്. നന്നായി പോകുകയായിരുന്നു ആത്മീയമായി, നല്ല രീതിയിൽ കർത്താവിനെ സ്നേഹിച്ചു, നല്ല ശിഷ്യനായി പോകും. കുറച്ച് കഴിയുമ്പോൾ ഇതാ അവൻ പിന്മാറ്റത്തിലേക്ക് പോകുന്നു, വഴിതെറ്റി പോകുന്നു. ഹല്ലേലൂയ. സകല ഭൂതലത്തെയും തെറ്റിക്കുന്നവൻ. യെസ്, പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ, പിശാചും സാത്താനും, നോക്കി അവന്റെ പേര്, പിശാച്, സാത്താനും, മഹാസർപ്പവും. യെസ്, പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 23 നമുക്ക് 24 നമുക്ക് തിരിച്ചു വരാം. അവിടെ കർത്താവ് പറയുകയാണ്, സാത്താന്റെ എതിരെ പ്രവർത്തിക്കുകയില്ല, നമ്മൾ നമ്മുടെ എതിരെ പ്രവർത്തിക്കും. അല്ലേ? ഒരു കുടുംബത്തിൽ കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കും. ഒരു സമൂഹത്തിൽ ഇവിടെയുള്ള വ്യക്തികൾ
ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കും. സഭയിൽ അങ്ങനെയൊക്കെ നടക്കും. പക്ഷെ പൈശാചിക മണ്ഡലത്തിൽ നടക്കുകയില്ല. പിശാച് പറയുക, കർത്താവ് പറയുകയാണ്, പിശാചിന് ഒരു ഭയങ്കര ഒരു രാജ്യമുണ്ട്. യെസ്, അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചൊക്കെ ഈ വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്താക്കാൻ നോക്കുന്ന കർത്താവ് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ്? ദുരാത്മാവിനെ കൊണ്ടാണോ, ഈ ദുരാത്മാവിന്റെ തലവനെ കൊണ്ടാണോ നിങ്ങൾ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന? അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. യെസ്, അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ ഭൂതങ്ങളെ, ഈ പൈശാചിക രാജ്യത്തെ ഞാൻ തകർക്കുന്നത്, അതിനെ ഇല്ലായ്മയാക്കുന്നത്, വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ദുരാത്മ ശക്തികളെ പുറത്താക്കുന്നത് അത് എന്റെ ശക്തിയിലല്ല, അത് മാനുഷിക ശക്തിയാലല്ല, അത് ദൈവത്തിന്റെ ആത്മാവിനാണ്. If I cast out the devil, the demon by the Spirit of God, then the kingdom of God has come upon you. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഡോക്ടർ ലൂക്കും ഈ ഭാഗം തന്നെ പറയുന്നു. അവിടെ പരിശുദ്ധാത്മാവിന് വേറൊരു പേര് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് ഒന്ന് വായിക്കാം. ലൂക്കോസ് 11:20 വാക്യം. Luke 11:20. If I cast out devils by the finger of God, then the kingdom of God has come up unto you. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട്, ഞാൻ ദൈവത്തിന്റെ ശക്തി, ഇംഗ്ലീഷിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട്. Somebody say the Holy Spirit is a finger of God. ആ ഫിംഗർ ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ വിരൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ക്രിയ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ദുരാത്മ മണ്ഡലമാണെങ്കിലും വിഷയമാണെങ്കിലും അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യെസ്, വായിക്കാം. ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ദൈവരാജ്യം, ആ കരങ്ങളൊന്ന് ഉയർത്തി പറയാൻ, ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ ദുരാത്മ ബാധകളില്ല. ദുരാത്മ ശക്തികളുടെ വ്യാപാരത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അത് പൊട്ടും, അത് പൊളിയും, അത് നിർവീര്യമായി തീരും. ഹല്ലേലൂയ. 3 പ്രധാന സത്യങ്ങളാണ് കർത്താവ് തന്റെ ജനത്തോട് പറയുന്നത്, ശിഷ്യന്മാരോട് പറയുക. ഒന്ന്, ഒരു പൈശാചിക മണ്ഡലമുണ്ട്, രാജ്യമുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയി, വളരെ ഓർഗനൈസ്ഡ് ആയി, നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെക്കാൾ വലിയ സിസ്റ്റമാറ്റിക് ആയി, ഓർഗനൈസ്ഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലമുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസസിൽ ആത്മയുദ്ധം ചെയ്ത് അവിടെയുള്ള വൻ ശക്തികളെ കൈകാര്യം ചെയ്ത് തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാട് കൊണ്ട് താൻ എഴുതുന്ന ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്കൊന്ന് വായിക്കാം. The book of Ephesians chapter 6 verse 12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പോൾ നമുക്കൊരു പോരാട്ടമുണ്ട്. We have a wrestling, a struggle, we have a battle, we have a fight. It's not against flesh and blood. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. ഇന്ന് എന്താണ് ഇത്രയും വിഷയങ്ങൾ മനുഷ്യൻ നേരിടുന്നത്? ഇത്രയും പൈശാചികമായ ആക്രമണങ്ങൾ നേരിടുന്നത് എന്താണ്? ഇത്രയും ജനം ഒപ്രസ്ഡ് ആകുന്നത്, ഡിപ്രസ്ഡ് ആകുന്നത്, രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്, പൈശാചിക ബാധകൾ. അവന്റെ കാരണം അവന്റെ അവസാന ശ്വാസം വരെ ദൈവം പിശാചിനെയും പിശാചിന്റെ ദൂതന്മാരെയും ന്യായം വിധിക്കുന്ന ആ ദിവസം വരെ അവരാക്രമിച്ച് പോരാടിക്കൊണ്ടിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് ദ ലിവിംഗ് ബൈബിൾ TLB എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതിനകത്തുനിന്ന് വായിക്കാം. ആരാണ് ഈ ദുരാത്മാക്കൾ? ശരീരമില്ലാത്ത വ്യക്തിത്വങ്ങളാണ്. They are spirits without bodies. They are invisible. ശരീരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കാണാം. നമ്മുടെ ജെറുപാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ശരീരത്തിൽ ഇവിടെ ഉണ്ട്, അല്ലേ? പാസ്റ്റർ സംസാരിക്കുന്നു, അല്ലേ? ഇപ്പൊ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? ഞാൻ ഇവിടെ ഇല്ല. അപ്പോൾ ഈ ദുരാത്മാക്കൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അവർ ശരീരമില്ലാത്ത ആത്മാക്കളാണ്. The Living Bible Translation നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. We are not fighting against people made of flesh and blood, but against persons without bodies, the evil rulers of the unseen world, those mighty satanic beings and the great evil princes of darkness who rule the world, and against huge numbers of wicked spirits in the spirit world. യേശു പറയുകയാണ്, ആദ്യത്തെ പ്രധാന സത്യം, ഒരു പൈശാചിക രാജ്യമുണ്ട്, അന്ധകാരത്തിലെ രാജ്യമുണ്ട്. അതിന്റെ തലവനാണ് പിശാച്. അവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, സിസ്റ്റമാറ്റിക് ആയി പ്രവർത്തിക്കുന്ന വലിയ ഒരു കൂട്ടമുണ്ട്. വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അന്ധകാരത്തിന്റെ ലോകാധിപതികളുണ്ട്, ശരീരമില്ലാത്ത ആത്മാക്കളുണ്ട്, ഈവിൽ റൂളേഴ്സ് ഉണ്ട്, മൈറ്റി സാറ്റനിക് ബീയിങ്സ് ഉണ്ട്, ഈവിൽ പ്രിൻസസ് ഉണ്ട്, ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് ഡീമൺ വിക്കഡ് സ്പിരിറ്റ്സ് ഉണ്ട്.
അതുകൊണ്ട് നിങ്ങളത് തിരിച്ചറിയണം. ഒരു പൈശാചിക രാജ്യവും പൈശാചിക മണ്ഡലവും വളരെ ഓർഗനൈസ്ഡ് ആയി അനുസരണത്തോടെ പിശാചിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ ബറ്റാലിയൻ ഉണ്ട്. ഫസ്റ്റ് ട്രൂത്ത്. അതുകൊണ്ട് നമുക്കൊരു പോരാട്ടമുണ്ട്. നമ്മൾ വളരെ കാഷ്വലായി ലാഘവമായി എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചാൽ എന്ത് പറ്റും? പിശാച് നമ്മെ മുടിക്കും, കൊല്ലും, അറക്കും. അവന്റെ ആ പൈശാചികമായ പ്രവർത്തികൾ ചെയ്തെടുക്കും. രണ്ടാമത്തെ വലിയ സത്യം കർത്താവ് പറഞ്ഞത്, യേശു പറഞ്ഞത്, പിശാച് എത്ര വലിയവനാണെങ്കിലും അവന്റെ രാജ്യം എത്ര പ്രബലപ്പെട്ടു നിന്നാലും ആ ദുരാത്മാവിനെ പുറത്താക്കി യേശു പറയുക, ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ വെള്ളുകൊണ്ട് ഞാൻ ദുരാത്മാവിനെ പുറത്താക്കുന്നുവെങ്കിൽ ഒരു കാര്യം സ്പഷ്ടമാണ്, ദൈവരാജ്യം വന്നിരിക്കുന്നു. യേശു പറയുകയാണ്, അന്ധകാരത്തിന്റെ രാജ്യമുണ്ട്, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ വന്നതും എന്റെ പിതാവാം ദൈവം എന്നെ അയച്ചതും ദൈവരാജ്യത്തിന്റെ സുപ്രമസി ഭൂമിയിൽ അതിനെ സ്ഥാപിക്കുവാനാണ്. That the kingdom of God is superior and higher and more powerful than the demonic kingdom. അതുകൊണ്ട് പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദുരാത്മാക്കളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എത്ര വലിയ പ്രഭുക്കളാണ്, പൈശാചിക പ്രഭുവാണെങ്കിലും അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവരാജ്യത്തിന്റെ ഒരു അംഗമാണ് താങ്കളെങ്കിൽ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനിച്ചുവെങ്കിൽ കൊളോസ്യർ 1:13 പറയുന്ന പോലെ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് പുത്രൻ മുഖാന്തരം, യേശു മുഖാന്തരം നിങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ വെളിച്ചമുള്ള ആ രാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. ആ കരമൊന്ന് ഉയർത്തി. അതുകൊണ്ട് ദൈവരാജ്യം ഏത് പൈശാചിക രാജ്യത്തെക്കാൾ വലിയ ശക്തിയുള്ളതാണ്. The supremacy of the kingdom of God. മൂന്നാമത്തെ കാര്യം, എപ്പോഴും പിശാച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒളിഞ്ഞാണ്, മറഞ്ഞാണ്. The evil kingdom, Satan is a king of darkness. അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്ന, ഒളിഞ്ഞ് മറഞ്ഞെന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അവൻ തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയില്ല. വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, അവിടെ ദുരാത്മാവ് പ്രവർത്തിക്കുന്നു, അവിടെ അശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ഇതൊരു പൈശാചിക പ്രവൃത്തിയാണ്. അത് അറിയാതിരിക്കുവാൻ എപ്പോഴും അണ്ടർ കവറിലാണ് പിശാചും ദുരാത്മാക്കളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ നാം ദുരാത്മാക്കളെ കുറിച്ച്, ദുഷ്ടാത്മാക്കളെ കുറിച്ച്, അന്ധകാരത്തിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഈ വചന സത്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ പട്ടാളക്കാരനായി മാറുകയാണ്. ദുരാത്മാക്കളുടെ മേൽ അധികാരമെടുക്കുവാൻ കരുത്തുള്ള, കഴിവുള്ള, അധികാരമുള്ള, ശക്തിയുള്ള, അഭിഷേകമുള്ള, ഭയമില്ലാത്ത ഒരു വ്യക്തിയായി നാം മാറുകയാണ്. ആ കരമുയർത്തി. So the three powerful truths that can set you free. One, the kingdom of darkness is a kingdom, organized kingdom with a definite hierarchy, the kingdom of darkness. Second, the kingdom of God is supreme and has greater power, higher power than the kingdom of darkness. Third, the kingdom of darkness always likes to work in hiding under cover. He must be exposed in the name of Jesus. Amen. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം. പെട്ടെന്ന്, ഹല്ലേലൂയ. രോഗങ്ങളുടെ പിന്നെ ഒളിഞ്ഞ് മറഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ ഒരു ദുരാത്മാവിനെ നമ്മൾ പുറത്താക്കുകയാണ്. അതിനെ വെളിപ്പെടുത്തുക, എക്സ്പോസ് ചെയ്യുകയാണ്, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. ശരീരത്തിലുള്ള രോഗത്തിന്റെ അവസ്ഥകൾ, മാനസിക രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ഉപയോഗിച്ച ഒരു വാക്കാണ് the spirit of infirmity. നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യം. ഒരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. യേശു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കുനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 18 സംവത്സരം രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ. 18 വർഷമായി കൂനി എന്ന് പറഞ്ഞാൽ ബെൻഡായിരിക്കുക. പുറത്ത് നോക്കുമ്പോൾ അർത്രൈറ്റിസിന്റെ അസുഖമാണ്. ഇന്ന് ഓർത്തോപെഡിക് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൈഫോസ്കോളിയോസിസ് എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ് എഴുതും. ഈ സ്പൈൻ എല്ലാം കൂടെ, ബാക്ക് എല്ലാം കൂടെ, സ്പൈൻ എല്ലാം കൂടെ ഫ്യൂസ് ആയി നിവർന്ന് നിൽക്കുന്നതിന് പകരം ഇങ്ങനെ ബെൻഡായിരിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ. പക്ഷെ കർത്താവ് സ്പോട്ട് ചെയ്യുകയാണ്. 18 വർഷം കൂനി ആയി നടന്ന ഈ മകളെ കർത്താവ് കണ്ടപ്പോൾ പറയുകയാണ്, രോഗാത്മാവ് ബാധിച്ചു. ഇംഗ്ലീഷിൽ, and behold there was a woman which had a spirit of infirmity 18 years and was bowed together and could in no wise lift up herself. ഒരു കാരണവശാലും നിവരുവാൻ കഴിയാത്ത, കൂനിയാക്കി കളയുന്ന, കൂനുണ്ടാക്കുന്ന ഒരു ദുരാത്മാവ്, the spirit of infirmity. ഇൻഫർമിറ്റി എന്ന് പറഞ്ഞ ആ വാക്ക് ഗ്രീക്ക് പദത്തിൽ അസ്തീനിയ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്ന, തളർത്തി കളയുന്ന, നമ്മുടെ ശരീരത്തെ ഭയങ്കരമായി പ്രയോജനമില്ലാതാക്കി കളയുന്ന, ശോഷിപ്പിച്ച് കളയുന്ന, that spirit which makes you sick, that spirit which makes you feeble, faint, powerless, useless, paralyzes you. അസ്തീനി. അപ്പോൾ ഈ ദുരാത്മാവ് ഒരു വ്യക്തിയെ ബാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മെ കവർന്നില്ല, നാം ശോഷിച്ചു പോകും. അത് നമ്മുടെ ആത്മാവിൽ സംഭവിക്കാം, നമ്മുടെ ദേഹിയിൽ സംഭവിക്കാം, നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാം. ഈ മകൾക്ക് 18 വർഷമായി അസ്തീനിയ അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന, രോഗാത്മാവ് ബാധിക്കുന്ന ഒരു ദുരാത്മാവ്, the spirit of infirmity. തുറന്നു വായിക്കാം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൾ ദൈവത്തെ
മഹത്വപ്പെടുത്തി. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ്. And when Jesus saw her, he called her to him and said unto her, woman, thou art loosed from thine infirmity. 18 വർഷം അവളെ കൂനിയാക്കി, രോഗാത്മാവിനാൽ അവളെ പ്രയോജനശൂന്യമാക്കിയ, അവളെ ശോഷിപ്പിച്ച് കളഞ്ഞ, പ്രയോജനശൂന്യമാക്കി കളഞ്ഞ the spirit of asthenia, the spirit of sickness, രോഗമുണ്ടാക്കുന്ന രോഗാത്മാവ്, അവിടെ കൂനിന്റെ പുറകിൽ പ്രവർത്തിച്ച ആ അന്ധകാര അശുദ്ധ ദുഷ്ടാത്മാവ് വിവിധങ്ങളായി വ്യത്യസ്തങ്ങളായി നമ്മളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ ജനത്തെ ശോഷിപ്പിച്ച് കളയുന്നു. ഒരു വ്യക്തിക്ക് ക്യാൻസർ ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ്സ് എ മേജർ സ്പിരിറ്റ് ഓഫ് അസ്തീനിയ. ആ ഡിമോണിക് പൈശാചിക പുഴുക്കൾ എന്ത് ചെയ്യും? കവർന്നങ്ങ് തിന്നുകയാണ്, ശോഷിപ്പിച്ച് കളയുകയാണ്, പാരലൈസ് ചെയ്യുകയാണ്, പ്രവർത്തന ശൂന്യമാക്കുകയാണ്. ദ സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, ദ സ്പിരിറ്റ് ഓഫ് സിക്നസ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ രോഗം അനുഭവിക്കുന്നുവെങ്കിൽ യു ആർ ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ദാറ്റ് സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി. അന്ധനായ ഒരു വ്യക്തി, ഊമനായ ഒരു വ്യക്തി, ഇതാ കൂനിയായ ഒരു സ്ത്രീ ഇവിടെ പിന്നിൽ വ്യാപരിച്ച് അവരെ രോഗിയാക്കി, പ്രയോജനം ശൂന്യമാക്കി, അവരുടെ ശരീരത്തെ മുടിച്ച് നശിപ്പിച്ച് പ്രയോജനശൂന്യമാക്കുന്ന ഈ അന്ധകാരത്തിന്റെ മണ്ഡലം കർത്താവ് എന്ത് ചെയ്തു? മകളെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശു കരം വെച്ചു, ആ ദുരാത്മാവിനെ പുറത്താക്കി. ആമേൻ. 13-ാം അധ്യായം. അപ്പോൾ അവിടെയും പള്ളി പ്രമാണികൾക്ക് പ്രശ്നമായി. എന്തിനാണ് കർത്താവെ അങ്ങ് സഭത്തിൽ സൗഖ്യമാക്കുന്നത്? 15-ഉം 16-ഉം വായിക്കാം. കർത്താവ് സ്തോത്രം ഈ പ്രമാണികളോട് പറഞ്ഞത്, കപടഭക്തിക്കാരെ, നിങ്ങൾ ഓരോരുത്തരും ശബത്തിൽ. 16-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബാധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. 18 സംവത്സരമായി പിശാച് ബന്ധിച്ചിരുന്ന ഈ മകളെ വിടുവിക്കേണ്ടതല്ലയോ? Ought not this woman, being a daughter of Abraham, whom Satan has bound for 18 years, be loosed from this bond on Sabbath day? രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന the spirit of sickness, the spirit of infirmity. രോഗങ്ങൾ വളരെ സാധാരണമായി, ഒരു തലവേദന വന്നു, ഒരു പനി വന്നു, അല്ലെങ്കിൽ ഒരു വിഷയം സംഭവിച്ചു, നമ്മൾ സാധാരണ അതിനെ കൈകാര്യം ചെയ്ത് എങ്ങനെയാ? അതിനെ ശരീരത്തിലുള്ളൊരു വിഷയമായി. പക്ഷെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളെ നാം തിരിച്ചറിയുകയാണ്. നമ്മളെ പ്രയോജനശൂന്യമാക്കുന്ന, നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത, നമ്മുടെ ശരീരം ഡിസ്ഫങ്ഷനിലാക്കുന്ന, ക്ഷീണിപ്പിച്ച് കളയുന്ന, വീക്ക്നെസ് ഉണ്ടാക്കുന്ന, തളർച്ച ഉണ്ടാക്കുന്ന ഒരു കാണുകയില്ല. പക്ഷെ ഭയങ്കര തളർച്ചയാണ്, ഭയങ്കര ക്ഷീണമാണ്. The spirit of infirmity. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മളൊന്ന് കാണുകയാണ്. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. He was a doctor. വൈദ്യനായതുകൊണ്ട് തന്നെ യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അതിനെ ഒരു ശാരീരികമായ ഒരു വിഷയമായിട്ടല്ല കൈകാര്യം ചെയ്തത്. 90% സമയത്തും അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തെ, ഒരു ആത്മതലത്തെ യേശു കൈകാര്യം ചെയ്തു. നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ നേരിടുന്ന എന്ത് രോഗത്തിന്റെ വിഷയങ്ങളാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ, മാനസികമായി, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ, എവിടൊക്കെ ഈ ഇൻഫോം സ്പിരിറ്റ്, ഈ ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെ ശോഷിപ്പിച്ച് കളയും, നിങ്ങളെ തളർത്തി കളയും, നിങ്ങളെ പ്രയോജനശൂന്യമാക്കും, നിങ്ങളെ ഉണക്കിക്കളയും. നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ കഴിയാതെ നിങ്ങളെ ഇൻഫോമാക്കി. അസ്തീനിയ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടായിരുന്നു, പക്ഷെ എന്താ? ഉണങ്ങി എല്ലും കോലുമായി, അല്ലേ? The spirit of asthenia. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, അതിലേക്ക് നമുക്ക് തിരിയാം. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, യേശു പള്ളിയിൽ നിന്ന് കപ്പർനഹൂമിൽ, ഗലീലയിലെ ഒരു പട്ടണത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വലിയ ദൈവപ്രവർത്തികളൊക്കെ നടന്നു. അത് കഴിഞ്ഞ് പത്രോസിന്റെ വീട്ടിലേക്ക് വരികയാണ്. ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. കഠിനമായ പനി കൊണ്ട്, ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. സ്തോത്രം, യേശുവിനോട് അപേക്ഷിക്കുക. കഠിന ജ്വരമാണ്, ഹൈ ഫീവർ, കഠിന ജ്വരമായി അവൾ ഭാരപ്പെട്ട് വലഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ദുരാത്മാക്കൾ എന്ത് ചെയ്യും? നമ്മളെ വലയ്ക്കും, നമ്മളെ പീഡിപ്പിക്കും, ഒപ്രസ് ചെയ്യും. കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ലൂക്ക് വളരെ ശ്രദ്ധിക്കുകയാണ്. എന്താണ് കർത്താവ് ചെയ്യുന്നത്? എന്താണ് യേശു ചെയ്യുന്നത്? അവൻ അവളെ കുനിഞ്ഞു നോക്കി, അവൾ അവനെ കുനിഞ്ഞു നോക്കി, ജ്വരത്തെ ശ്വാസിച്ചു. ജ്വരത്തെ യേശു ശ്വാസിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാവിനെ, ആ ജ്വരമുണ്ടാക്കുന്ന, ആ രോഗമുണ്ടാക്കുന്ന, ആ അസുഖമുണ്ടാക്കുന്ന, ആ സിക്നസ് ഉണ്ടാക്കുന്ന ആ ദുരാത്മാവിനെ നിങ്ങളൊരു സാന്നിധ്യത്തിന് കീഴിലിരിക്കുകയാണ്, ഒരു അഭിഷേകത്തിന് കീഴിലിരിക്കുകയാണ്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന സകല രോഗാത്മാക്കൾ, ദുഷ്ടാത്മാക്കൾ, രോഗമുണ്ടാക്കുന്ന, നിങ്ങളുടെ ശരീരത്തെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ഒപ്രസ് ചെയ്യുന്ന സകല ദുരാത്മ ശക്തികളുടെ മേൽ, രോഗാത്മാക്കളുടെ മേൽ ദൈവത്തിന്റെ ഒരു ക്രിയ നടക്കുകയാണ്. It's breaking. You are breaking free from the spirit of infirmity. നിങ്ങൾ എവിടെ രോഗത്തിന്റെ, ആത്മാവിന്റെ, രോഗത്തിന്റെ ഒരു പ്രവൃത്തി, അതിന്റെ പിന്നിൽ ഒരു രോഗാത്മാവിനെ നിങ്ങൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ, you must stand up. യേശുവിന്റെ നാമത്തിൽ ആ രോഗാത്മാവിനെ ബന്ധിക്കുവാൻ, അതിന്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കുവാൻ, അതിന്റെ ശക്തികളെ പാരലൈസ് ചെയ്യുവാൻ, അതിനെ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു.
ആയിരിക്കും. You have victory over the spirit of infirmity. Hallelujah. Amen. 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 Hallelujah. സ്തോത്രം. 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Yes. സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ yes ഉള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. കഠിന ജ്വരം വെച്ച് വലഞ്ഞിരുന്ന ഈ അമ്മ സൗഖ്യമായെന്ന് കേട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ ഓടിക്കൂടി, രോഗികളായ വ്യക്തികൾ ഓടിക്കൂടി. പക്ഷെ അവിടെ കർത്താവ് എന്താ ചെയ്യുന്നത്? യെസ്, അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരോരോരുത്തരുടെ മേൽ കൈവച്ചു, അവരെ സൗഖ്യമാക്കി. അവരെ സൗഖ്യമാക്കി. പരലിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. യേശു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരെ സൗഖ്യമാക്കുവാനായിട്ടുള്ള ശുശ്രൂഷയിൽ, ഹീലിംഗ് മിനിസ്ട്രിയിൽ മുമ്പോട്ട് പോയി. പക്ഷെ പലരുടെ ശരീരങ്ങളിൽ നിന്ന് അവരെ രോഗിയാക്കിയ, ആ രോഗത്തിന്റെ അടിമത്തത്തിൽ കൊണ്ടുവന്നിരുന്ന ആ രോഗാത്മാവ് അവരുടെ ശരീരത്തെ വിട്ടുപോകുകയാണ്. അവർ അലറി കരഞ്ഞുകൊണ്ട് പോകുകയാണ്. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങളെ രോഗിയാക്കുന്ന, നിങ്ങളുടെ മക്കളെ രോഗിയാക്കുന്ന, നിങ്ങളുടെ അപ്പനമ്മമാരെ രോഗിയാക്കുന്ന, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ രോഗിയാക്കുന്ന, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യും. എവിടെ രോഗാത്മാവിന്റെ പ്രവൃത്തി നിങ്ങൾ കണ്ടാലും കർത്താവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ എന്നുള്ളതിന് മുമ്പിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാവിനെ നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനെ കെട്ടുകയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്നുകൊണ്ട് അതിന്റെ പ്രവൃത്തികളെ, ആ ബലവാനെ നാം പിടിച്ചു കെട്ടുകയാണ്. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന സകല രോഗാത്മാക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നു. ജനത്തെ വിട്ടുപോകുവാൻ, ഈ അടിമത്വത്തിൽ ജീവിക്കുവാൻ അനുവാദമില്ല എന്ന് പകൽക്കാലം കർത്താവിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം സുപരിതമായ ഭാഗമാണ്. മറുരൂപ മലയിൽ നിന്ന് യേശുവും ശിഷ്യന്മാരും പത്രോസും യോഹന്നാനും യാക്കോബും തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാർ അവർ ഭാരപ്പെട്ടു ബന്ധപ്പെടുകയാണ്. ഒരു അപ്പൻ തന്റെ മകൻ ജ്വരം ബാധിച്ച്, എപ്പിലെപ്സി ബാധിച്ച്, ഫിറ്റ്സ് ബാധിച്ച് ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയാണ്. നമുക്കൊന്ന് വായിക്കാം. രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ നാം തിരിച്ചറിയുക. We are recognizing demon spirits, spirits of infirmity, spirits of sickness that work against. അത് അലർജി ആയിരിക്കാം, മൈഗ്രെയിൻ ആയിരിക്കാം, ഡയബറ്റീസ് ആയിരിക്കാം, ഹൈപ്പർ ടെൻഷൻ ആയിരിക്കാം, ഹാർട്ട് കണ്ടീഷൻ ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, ആർത്രൈറ്റിസ് ആയിരിക്കാം. എന്ത് രോഗത്തിന്റെ അവസ്ഥകളാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു രോഗാത്മാവ് വ്യാപരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുകയാണ്. Do not treat sickness as a physical problem. There is a spiritual entity behind the physical sickness. നമ്മൾ സാധാരണ ശരീരത്തിൽ രോഗം വരുമ്പോൾ നമ്മൾ അതിനെ ശാരീരികമായ ഒരു വിഷയമായിട്ട് കൈകാര്യം ചെയ്യും. ദൈവം നമുക്ക് ആ വെളിച്ചം നൽകുകയാണ്. ശാരീരികമായ രോഗത്തിന്റെ വിഷയങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, മറഞ്ഞിരുന്ന അന്ധകാരത്തിന്റെ ഒരു ദുഷ്ടാത്മ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിനെ നാം പിടിച്ചു കെട്ടുകയാണ്, നാം തിരിച്ചറിയുകയാണ്, അതിനെ യേശുവിന്റെ നാമത്തിൽ നാം പുറത്താക്കുകയാണ്, അതിന്മേൽ നാം ജയമെടുക്കുകയാണ്, അവിടെ ദൈവത്തിന്റെ ന്യായവിധി കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ രോഗത്തിൽ അവിടെ വാഴുവാൻ കഴിയുകയില്ല, രോഗികൾ സൗഖ്യമാകുകയാണ്. ആമേൻ. യെസ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. ഈ ദുരാത്മാവ് കൊണ്ടുവന്ന ഈ പീഡിപ്പിക്കുന്ന ഈ പീഡനം ഒരു അപ്പൻ കണ്ടുകൊണ്ടിരിക്കുക. ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോയി കാണുമായിരിക്കും, ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി കാണും. അന്നുള്ള വൈദ്യന്മാര്, അന്നുള്ള എല്ലാ സംവിധാനങ്ങൾ അവിടെ എല്ലാം പോയി അതിൽ നിന്നൊരു വിടുതലില്ലാതെ, അതിൽ നിന്നൊരു പ്രതിവിധിയില്ലാതെ വിഷമിച്ച് ഭാരപ്പെട്ട് അപ്പോഴാണ് കേൾക്കുന്ന യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. അപ്പൊ ഊമനായ ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുവരികയാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഈ ദുരാത്മാവിനെ നാം ഒന്ന് കാണുകയാണ്, നാം ഒന്ന് തിരിച്ചറിയുകയാണ്. ഈ രോഗമുണ്ടാക്കുന്ന, നമ്മെ ശോഷിപ്പിച്ച് കളയുന്ന, രോഗം കൊണ്ട് പീഡിപ്പിക്കുന്ന ഈ ദുരാത്മാവിനെ നാം തിരിച്ചറിഞ്ഞ് അതിനെ വെറുക്കുകയാണ്. യെസ്, വായിക്കും. ഞാൻ അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട്, അവനെ പുറത്താക്കേണ്ടതിന് സ്തോത്രം. അപ്പനെ തിരിച്ചറിഞ്ഞു, ഇത് വെറും ഒരു എപ്പിലെപ്സി അല്ല, ഇത് വെറും ഒരു ഫിറ്റ്സിന്റെ രോഗമല്ല, ഇത് വെറും ഒരു ജനിയുടെ രോഗമല്ല, ഇതിന് പിന്നിൽ ഒരു ദുരാത്മാവ് ബാധിക്കുന്നു. അതിനെ പുറത്താക്കുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരെടുത്ത് കൊണ്ടുവന്നു. യെസ്. അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. 22-ാമത്തെ വാക്യം. യെസ്. അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട്. നശിപ്പിക്കുന്ന ഒരു ആത്മാവാണ് ഈ രോഗത്തിന്റെ ആത്മാവ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എവിടെയൊക്കെ രോഗത്തിന്റെ ഇതുപോലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ അത് ശാരീരികമായ ഒരു വിഷയം മാത്രമല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അധികാരപ്പെടുത്തുകയാണ്. അത് നശിപ്പിക്കുന്ന ആത്മാവാണ്, അത് കൊല്ലുന്ന ആത്മാവാണ്, അത് ജീർണിപ്പിച്ച് കളയുന്ന ഒരു ആത്മാവാണ്. We taking authority over that spirit of infirmity. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. 25-ാമത്തെ വാക്യം. യെസ്. എന്നാലേ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട്, പുരുഷാരം ഇങ്ങനെ
ഓടിക്കൊള്ളുക, വലിയ ബഹളമ, വലിയ ചർച്ചയായി മാറി. അതിന് മുമ്പ് യേശു എന്താ ചെയ്യുന്നത്? അശുദ്ധാത്മാവിനെ ശാസിച്ചു. അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന്, നീ അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഓ യെസ്, ഹല്ലേലൂയ. ഓ യെസ്. മെഡിക്കൽ ഡയഗ്നോസിസ്, ഒരു ഡോക്ടർ നൽകുന്ന ഡയഗ്നോസിസ് എന്താണ്? എപ്പിലെപ്റ്റിക് ഫിറ്റ് വന്നു, ഭയങ്കരമായിട്ട് ഞൊരച്ച് പതച്ച് താഴെ വീണ് കൈയും കാലൊക്കെ അടിച്ച് കണ്ണ് മറിഞ്ഞ് എപ്പിലെപ്റ്റിക് സീഷ്യസ്, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ. പക്ഷെ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലത്തെ കർത്താവ് കൈകാര്യം ചെയ്യുകയാണ്. യു ഡെഫ് ആൻഡ് ഡം സ്പിരിറ്റ്, ഊമാത്മാവിനെ, ചെകിടനായിരിക്കുന്ന ഈ ആത്മാവിനെ, ആ ദുരാത്മാവിനെ, ആ രോഗത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിന്റെ സ്പിരിറ്റ് ഓഫ് ഇൻഫോർമിറ്റിയെ കൈകാര്യം ചെയ്യുകയാണ്, അവനെ പുറത്താക്കുകയാണ്. ആ കുഞ്ഞിനെ നശിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന ആ ദുരാത്മ മണ്ഡലത്തിൽ നിന്ന് ആ കുഞ്ഞിനെ യേശു സ്വതന്ത്രമാക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ രോഗാത്മാവ് പ്രബലപ്പെട്ട് നിൽക്കുന്നെങ്കിൽ അവിടെയെല്ലാം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, വിടുതൽ നൽകുവാൻ കർത്താവിന്റെ ആത്മാവ് ഇവിടെ പരിവർത്തിക്കുന്നു. ഹല്ലേലൂയ. You can break free from the spirit of infirmity. ആ രോഗാത്മാവിന്റെ ഒരു അടിമയായി നീ ജീവിക്കേണ്ട ആവശ്യമില്ല. ആ നുകം ചുമക്കേണ്ട ആവശ്യമില്ല. ആ ബന്ധനത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞതുപോലെ 18 സംവത്സരം സാത്താൻ ബന്ധിച്ച ആ മകളെ സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കേണ്ടതല്ലയോ? ഇന്ന് പകൽക്കാലം ആ കരം ഉയർത്തി പറയാം, ടുഡേ ഈസ് മൈ ഡേ ഓഫ് ഡെലിവറൻസ്. അപ്പോൾ മെഡിക്കൽ ഡയഗ്നോസിസ് എപ്പിലെപ്സി, പക്ഷെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവിനെ യേശു പുറത്താക്കി. യേശു പുറത്താക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 26ാമത്തെ വാക്യം. അപ്പോൾ അത് നിലവിളിച്ചു, അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു പോയി. ഡെലിവറൻസിന്റെ മിനിസ്ട്രി അങ്ങോട്ട് കർത്താവ് പറഞ്ഞു, ദുരാത്മാവിനെ പുറത്താക്കി, കൽപ്പിച്ചപ്പോൾ, ശാസിച്ചപ്പോൾ ഈ ദുരാത്മാവ് പ്രകടമാക്കുകയാണ്. ഇറ്റ് ബിഗാൻ ടു മാനിഫെസ്റ്റ്. ഇല്ലേ, നമ്മുടെ ഡെലിവറൻസ് സെഷൻസ് ഒക്കെ നമുക്കത് കാണാമല്ലോ. ദുരാത്മാക്കൾ വിട്ടുപോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും? അതിനെ തടയും, എതിർക്കും, അവർ ശബ്ദം ഉണ്ടാക്കും, മാനിഫെസ്റ്റ് ചെയ്യും. ചിലർ ഭയങ്കരമായിട്ട് കരയും, വിഷയമാണ്, ചിലർ ഛർദ്ദിക്കും. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ ദുരാത്മാവ്, ഞാൻ പോകുകയില്ല, ഇതെന്റെ ഭവനമാണ്, ഇതെന്റെ കുടീരമാണ്, വർഷങ്ങളായി ഞാൻ ഇവിടെ കുടിയേറി പാർക്കുന്നു, ഇവനെ വിട്ടുപോകുവാൻ നിങ്ങൾ കൽപ്പിക്കരുത്, ഞാൻ പോകുകയില്ല എന്ന് ഭയങ്കര ശാഠ്യത്തോടെ സ്റ്റബേണായി പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ദുരാത്മ ശക്തികൾ. എന്റെ ശുശ്രൂഷകൾ ഞാൻ മനസ്സിലാക്കിയ, പഠിച്ച ഒരു വലിയ പാഠമാണ്. ദുരാത്മാക്കൾ ഇതുപോലെ വിഷയങ്ങളും പ്രശ്നങ്ങളും മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിച്ചാൽ അത് കുറച്ചുകൂടെ ബഹളം ഉണ്ടാക്കും. അതുകൊണ്ടാണ് പാസ്റ്റർ പലപ്പോഴും ഇവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചുറ്റി നിന്ന് അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇല്ല, അതിനെ സൈഡിലോട്ട് കൊണ്ടുപോകും. അതിന്മേൽ ഒരു അധികാരത്തിന്റെ, പിശാച് ഭയങ്കരമായ അധികാരത്തെ തിരിച്ചറിയുന്ന ഒരു ആത്മാവാണ്. അതുകൊണ്ടാണ് യേശു കൽപ്പിച്ചപ്പോൾ ആ ദുരാത്മാവിനെ അറിയാം, വിട്ടുപോയേ പറ്റുകയുള്ളൂ. ആരാണ് എന്നോട് കൽപ്പിക്കുന്നത് എന്ന് ആ വ്യക്തിയുടെ ഐഡന്റിറ്റി നല്ലോണം അറിയാവുന്നതുകൊണ്ട് ആ ദുരാത്മാക്കൾ കഴിവതും ആ കുഞ്ഞിനെ പീഡിപ്പിക്കുവാൻ, അവസാനമായി വീണ്ടും എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശ്രമം. If you give attention to the demonic manifestations, he will fight harder, he will make it tougher, and therefore പലപ്പോഴും നമ്മളിത് കാണുമ്പോൾ, devil, demon, you're under my authority, you have no right, you have no right, you are defeated, out in Jesus name. കുറച്ച് കഴിയുമ്പോൾ തന്നെ ദുരാത്മാവ് കുറച്ച് കടന്ന് കറങ്ങി, വിഷയം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, അത് തന്നെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ എന്ത് സംഭവിച്ചു? യേശു കൽപ്പിക്കുകയാണ് ഈ ദുരാത്മാവിനോട് വിട്ടുപോകുവാൻ. മരിച്ചുപോയി എന്ന് പലരും പറയാൻ തക്കവണ്ണം, മരിച്ചുപോയി, ഈ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. അവൻ മരിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നു, ശ്വാസമില്ല, ശരീരം വളരെ കോൾഡായി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ശവം കിടക്കുന്ന പോലെ ഈ കുഞ്ഞം കിടക്കുകയാണ്. യേശു എന്ത് ചെയ്തു? യേശു അവനെ കൈക്ക് പിടിച്ചു, നിവർത്തി അവൻ എഴുന്നേറ്റു, അവനെ നിവർത്തി എഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാവിനെ നാം തിരിച്ചറിയുകയാണ്. നമ്മെ ക്ഷീണിപ്പിക്കുന്ന, ക്ഷീണം കൊണ്ടുവരുന്ന, തളർച്ച കൊണ്ടുവരുന്ന, നമ്മെ ഒപ്രസ് ചെയ്യുന്ന, നമ്മളെ രോഗിയാക്കുന്ന, നമ്മെ പ്രയോജനശൂന്യമാക്കുന്ന ആ ദുരാത്മാവിനെ നാം എതിർക്കുകയാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ, രോഗാത്മാവിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, രോഗങ്ങളിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, അത് എന്ത് രോഗമായിക്കോട്ടെ, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന രോഗാത്മാവെ, നിനക്ക് എന്റെ ജീവിതത്തിന്മേൽ അധികാരമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം. നമ്മൾ പലപ്പോഴും യേശുവിന്റെ ശുശ്രൂഷയിൽ നാം കാണുന്ന, എവിടൊക്കെ രോഗികളെ സൗഖ്യമാക്കിയോ അവിടെയെല്ലാം ദുരാത്മാക്കൾ വിട്ടുപോകുന്നതുകൊണ്ട് നാം കാണും. Healing and deliverance go hand in hand. Healing is not just a physical ministry. എവിടെ രോഗികളെ സൗഖ്യമാക്കുന്നു അവിടെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകുന്ന ഒരു പ്രവൃത്തിയും കൂടെ നാം അവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഈ ഡെലിവറൻസ് മിനിസ്ട്രി ഇവിടെ നടക്കുമ്പോൾ ഈ ദുരാത്മാവിനെ നമ്മളൊന്ന് സ്പോട്ട് ചെയ്യുകയാണ്. ഓരോ ദുരാത്മാക്കളെ നാം സ്പോട്ട് ചെയ്യുകയാണ്. നാം തിരിച്ചറിയുകയാണ്. നമ്മുടെ കണ്ണുകൾ, ഹൃദയത്തിന്റെ കണ്ണുകൾ, ആത്മകണ്ണുകൾ തുറന്നു വന്ന് നാം കാണുകയാണ്. ഹല്ലേലൂയ. ശരീരമില്ലാത്ത ഈ രോഗാത്മാക്കളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ നാം ജയമെടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 38-ാം വാക്യം.
നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് സ്തോത്രം. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ആരായിരുന്നു? നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ്, നസ്രായനായ യേശുവിനെ നിങ്ങൾക്കറിയാം, ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും യേശു എന്താ ചെയ്തത്? പട്ടം തോറും നടന്ന് രോഗികളെ സൗഖ്യമാക്കി, നന്മ പ്രവർത്തിച്ചു. രോഗാത്മാവിനാൽ ബാധിക്കപ്പെട്ട ക്രൂരമായ പിശാചിന്റെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന് ജനത്തെ സ്വതന്ത്രമാക്കി വിടുവിച്ച് നടന്ന ആ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പോൾ എവിടെ സൗഖ്യം നടന്നോ അവിടെയെല്ലാം അതിന്റെ പിന്നിൽ പിന്നിൽ പ്രവർത്തിച്ച രോഗാത്മാവിനെ യേശു കൈകാര്യം ചെയ്യും. ഈ മെസ്സേജ് ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ അത് കാണുമ്പോൾ, ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ, വലിയ രോഗസൗഖ്യത്തെ തടയുന്ന, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗാത്മാക്കളെ, the spirit of epilepsy, the spirit of paralysis, the spirit of migraine, the spirit of diabetes, the spirit of cancer, the spirit of allergies, the spirit of asthma, the spirit of arthritis, the spirit of barrenness, വന്ധ്യതയുടെ ആത്മാവ്, അന്ധതയുടെ ആത്മാവ്, കുരുടാക്കി കളയുന്ന, ഊമനാക്കി കളയുന്ന, every spirit that causes sickness and afflicts people, ജനത്തെ ഒപ്രസ് ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന എല്ലാ ദുരാത്മാക്കളുടെ മേലും നാം ദൈവത്തിന്റെ വിരൽ ചൂണ്ടുകയാണ്. ശക്തിയാലേ അല്ല, സൈന്യത്താലേ അല്ല, ദൈവത്തിന്റെ ആത്മാവ്. യേശു പറയുക, ഞാൻ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. യേശുവിനെ ശക്തമാക്കിയത്, ദുരാത്മാക്കളെ പുറത്താക്കുവാൻ, രോഗാത്മാവുള്ള രോഗികളെ സൗഖ്യമാക്കുവാൻ, നന്മ ചെയ്യുവാൻ ശക്തനാക്കിയത് പരിശുദ്ധാത്മാവ്. വലിയ വിടുതൽ നിങ്ങൾക്ക് നടക്കും, വലിയ സൗഖ്യം സംഭവിക്കും, വലിയ ബ്രേക്ക് ത്രൂ നിങ്ങൾ അനുഭവിക്കും. അതിന്റെ കാരണം എന്താണ്? ശക്തിയാലേ അല്ല, സൈന്യത്താലേ അല്ല, ദൈവത്തിന്റെ വിരല്, ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ. രോഗാത്മാവേ, നീ കീഴടങ്ങിയേ പറ്റുകയുള്ളൂ, നീ ജനത്തെ വിട്ടു പോയാലേ പറ്റുകയുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. പക്ഷെ ഈ രോഗാത്മാവ് എങ്ങനെയാ കയറുന്നത്? പലപ്പോഴും നാം രോഗത്തെ ഭയപ്പെടുമ്പോൾ, ചെറിയ വിഷയങ്ങളാണ്. അയ്യോ, എനിക്ക് ക്യാൻസർ ആണേ. The fear of sickness causes the spirit of sickness to enter. ഒരു വിഷയമില്ല, എല്ലാം നന്നായി പോവുകയാണ്. പക്ഷെ നമ്മളങ്ങ് പറയാം, നമുക്കൊരു ഭയം, അയ്യോ എനിക്ക് ഡയബറ്റീസ് ഉണ്ടോ, എനിക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടോ, എനിക്ക് കിഡ്നി ഇഷ്യൂ ഉണ്ടോ. സൈക്കോളജിയിൽ ഹൈപ്പോകോൺഡ്രിയാക് എന്ന് പറഞ്ഞൊരു ഒരു എൻറ്റിറ്റി ആണ്. പറഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് അവർക്ക് അസുഖമുണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ അസുഖമൊന്നുമില്ല, പക്ഷെ അവർക്കൊരു ഭയം, ഒരു തോന്നല്, ഒരു ഫീലിംഗ്. കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ഭയപ്പെട്ടോ, എന്തിനു വേണ്ടി അവർ വാതിൽ തുറന്നു കൊടുത്തോ, അത് തന്നെ അവരെ കയറി പിടിക്കുന്ന ഒരു രോഗാത്മാവിന്റെ പ്രവൃത്തി. ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ജയത്തിന്റെ ആത്മാവിനെ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സുബോധത്തിന്റെ ആത്മാവിനെയാണ്, സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. We are not those who fear sickness. ഒത്തിരി പേര് ആ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒന്നുമില്ല, കാര്യം വളരെ സിമ്പിൾ ആണ്. പക്ഷെ അവർ ചിന്തിച്ച്, അവർ ഭയപ്പെട്ട്, ഭയത്തിന്റെ ആത്മാവിന് അവർ അവരുടെ ജീവിതങ്ങളെ തുറന്നു കൊടുത്ത്, ഇല്ലാത്ത രോഗം അവരുടെ ജീവിതങ്ങളിലേക്കും അവരുടെ തലമുറകളിലേക്കും വരുന്ന. So we are recognizing. എങ്ങനെയാണ് ദുരാത്മാക്കൾ പ്രവേശിക്കുന്നത്? Fear. Somebody say fear of sickness. ഡോക്ടർ നോക്കി പറഞ്ഞു സാകുന്നില്ല. അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെറിയ കാര്യങ്ങളെ അതിനെ വലുതാക്കി, അത് പറഞ്ഞ്, അത് സംസാരിച്ച്, അതിനെക്കുറിച്ച് ഒത്തിരി സെർച്ച് ചെയ്ത്, ഇല്ലാത്ത അസുഖം എനിക്കുണ്ട് എന്ന് നാം ചിന്തിച്ച്, നമ്മുടെ ചിന്താമണ്ഡലവും നമ്മുടെ വൈകാരികപരമായി, ഇമോഷണലായി നമ്മുടെ ഗേറ്റുകളെ നമ്മൾ തുറന്നു കൊടുക്കുക. സ്പിരിറ്റ് ഓഫ് സിക്നസ്. എങ്ങനെയാണ് ദുരാത്മാവ് രോഗത്തിന്റെ ഈ സ്പിരിറ്റ് ഓഫ് ഇൻഫോർമിറ്റി? പാരമ്പര്യമായി ജനറേഷണൽ ഡിസീസസ്. അപ്പന് ഡയബറ്റീസ് ഉണ്ട്, അപ്പന് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അപ്പന് ഹാർട്ട് ഡിസീസ് ഉണ്ട്, അപ്പന് ആസ്മയുണ്ട്. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഒരു ലിങ്ക്, ഒരു ഗേറ്റ് തുറന്നിരിക്കുക. സിക്നസസ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് രോഗത്തിന്റെ കൈമാറ്റം സംഭവിക്കുക. ഡോക്ടേഴ്സ് നോക്കുമ്പോൾ അതെ അല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ സാധാരണ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് രോഗമുണ്ട്? പിന്നെ അപ്പനുണ്ടോ അമ്മയ്ക്കുണ്ടോ അല്ലേ ചോദിക്കത്തില്ലേ? അവർ ഫാമിലി ട്രീ ട്രേസ് ചെയ്യുകയാണ്. അതിന്റെ കാരണം ഒത്തിരി അസുഖങ്ങൾ, ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ് അല്ലെ, ജീൻസുമായി, നമ്മുടെ DNA-യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗം. പക്ഷേ ഈ രോഗത്തെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, രോഗാത്മാവ്. ജനറേഷണൽ ഡിസീസസ്. ശാപങ്ങളിലൂടെ നാം അനുസരണക്കേട് കാണിക്കുമ്പോൾ, വ്യത്യസ്തമായ നമ്മുടെ ഹൃദയത്തിൽ കയ്പ് കൊണ്ട് നടക്കുമ്പോൾ, നാം രോഗാത്മാവിന് ഒരു തുറന്ന ഇൻവിറ്റേഷൻ കൊടുക്കുക. ഹൃദയത്തിൽ പക, കയ്പ്, വിദ്വേഷം, ക്ഷമിക്കുവാൻ കഴിയാത്തൊരു ഹൃദയം. അതുകൊണ്ടാണ് നമ്മുടെ ഡെലിവറൻസ് സെഷനിൽ എപ്പോഴും നാം ഡെലിവറൻസിന് മുമ്പാകെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആരോടെങ്കിലും, ശരിയാണ്, അവർ നിങ്ങളെ ഭയങ്കരമായി വേദനിപ്പിച്ചു, അവർ കൗളിപ്പിച്ചു, നിങ്ങളെ ഉപദ്രവിച്ചു, മോശമായി പെരുമാറി, നിങ്ങളെ ചൂഷണം ചെയ്തു, പീഡിപ്പിച്ചു, but let it go. Because നിങ്ങളുടെ ഹൃദയത്തിൽ പക വെച്ചാൽ, അൺഫോർഗീവ്നെസ് വെച്ചാൽ, നിങ്ങൾ ക്ഷമിക്കാതെ വെച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കയ്പ് കൊണ്ട് നടന്നാൽ, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞു, that's a gate അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ ഇല്ലാത്തതും ഉള്ളതെല്ലാം എന്ത് ചെയ്യും? മറ്റുള്ളവരെ കുറിച്ച്. that will open the gate of sickness. അനേക ദുഷ്ടാത്മാക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു വരുന്നതിലൂടെ രോഗമുണ്ടാക്കുന്ന ഈ ദുരാത്മാവും ദുഷ്ടാത്മാവും കൂടെ കയറും. നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. രോഗാത്മാവിനാൽ ഭാരപ്പെടുന്ന എത്ര പേരുണ്ട് ഈ മുറിയിൽ? അങ്ങനെയുള്ളവർ
നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ ഈ രോഗാത്മാവിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ആ സ്കിൻ ഡിസോർഡർ വീട്ടിലായിക്കോ, ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അതിനുവേണ്ടിയുള്ള മരുന്നുകളുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക തലമുണ്ട്. പകൽക്കാലം ആ കാര്യം നമുക്കൊന്ന് ഒന്ന് നീട്ടാം, നമ്മുടെ കരം ഒന്ന് നീട്ടാം. ഇന്ന് പകൽക്കാലം നമ്മളെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അത് എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ ബന്ധനമാണെങ്കിലും, എത്ര വലിയ മാറാ രോഗമാണെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ആ രോഗത്തിന്റെ നുഖത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലമുണ്ട്. അത് അലർജി ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, മാറാ രോഗങ്ങളായിക്കോട്ടെ, കിഡ്നി സംബന്ധമായ വിഷയമായിക്കോട്ടെ, നമ്മുടെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ആയിക്കോട്ടെ, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിക്കോട്ടെ. അയ്യോ ഡോക്ടറെ, എനിക്ക് ഉറക്കമില്ല. അയ്യോ ബാസേ, ഉറക്കമില്ല. അയ്യോ ബാസേ, എന്റെ ശരീരം മൊത്തം അങ്ങ് ഭയങ്കര വേദനയാ. ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ആ ദുരാത്മാക്കളെല്ലാം പുറത്തു വരിക. നിങ്ങളുടെ ശരീരത്തിൽ കുടിയേറി പാർക്കുവാൻ ഈ രോഗാത്മാവിന് ഒരു പെർമിഷനുമില്ല. അവന്റെ പ്രവൃത്തികളെ നാം കെട്ടുകയാണ്. സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഫൈബ്രോയിഡുകൾ, മുഴകൾ, ഓവേറിയൻ സിസ്റ്റുകൾ, പുരുഷന്മാർ നേരിടുന്ന പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നം, എല്ലാ രോഗത്തിന്റെ അവസ്ഥകളെ കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. പകൽക്കാലം ഭയങ്കര വിടുതൽ. എല്ലാ സന്ധിവേദനകളും, എല്ലാ ജോയിന്റ് പെയിനുകളും, എല്ലാ അമിത വണ്ണവും, എല്ലാ ഹാർട്ടിന്റെയും ഡിസീസുകളും വിഷയങ്ങളും, എല്ലാ കണ്ണ് സംബന്ധമായ, ബ്രെയിൻ സംബന്ധമായ, ഞരമ്പ് സംബന്ധമായ മയാൽജികൾ, മയസ്തീനിയ ഗ്രാവിസുകൾ, എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളും, ഓ യെസ്, നമുക്കൊന്ന് മാനസാന്തരപ്പെടാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെയെങ്കിലും രോഗത്തിന്റെ ആ ഗേറ്റ് തുറന്നു വിട്ടുവെങ്കിൽ, എന്റെ ജീവിതത്തിൽ രോഗാത്മാവിന് പ്രവേശിക്കുവാൻ ഞാൻ വാതിൽ തുറന്നു കൊടുത്തുവെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടുന്നു. എന്റെ ജനറേഷനിൽ നിന്ന് പാരമ്പര്യമായി വന്നിരിക്കുന്ന രോഗത്തിനു വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ ഉത്തരവാദിത്വം എടുക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് മാനസാന്തരപ്പെടുവാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പകവച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ക്ഷമിക്കുവാൻ കഴിയാത്ത അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, അങ്ങ് ക്ഷമിക്കുവാൻ, ആ കയ്പും വിദ്വേഷവും ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ അതുപോലുള്ള നെഗറ്റീവായി ദൈവം വെറുക്കുന്ന, ദൈവത്തിന്റെ ഹിതമല്ലാത്ത സകലത്തെയും ഒന്ന് വിട്ടുകളയുവാൻ, ഓ യെസ്, നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ലെറ്റ്സ് ക്ലോസ് എവറി ഡോർ. നമ്മുടെ ജീവിതത്തിൽ നാം തുറന്നു കൊടുത്തിരിക്കുന്ന എല്ലാ രോഗത്തിന്റെ ആ വാതിലുകൾ, രോഗാത്മാവിന് പ്രവേശിക്കാനുള്ള എല്ലാ വാതിലുകളും നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ഈ സമയം നിങ്ങൾക്ക് ദൈവത്തോട്, കർത്താവിനോട് സംസാരിക്കുവാൻ, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ എവിടെയെങ്കിലും ഒക്കെ ഇതുപോലുള്ള രോഗാത്മാവിന്റെ പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ഉത്തരവാദിത്തം എടുക്കുവാൻ, അതിനുവേണ്ടി ഒന്ന് റെസ്പോൺസിബിലിറ്റി എടുക്കുവാൻ, അതിനുവേണ്ടി നിങ്ങളൊന്ന് ഇടിവിൽ നിൽക്കുവാൻ, അതിന്റെ ഉത്തരവാദിത്തം എടുക്കുവാൻ, എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ മാനസാന്തരപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടുവാൻ, ഓ ദിസ് ഇസ് ദ ടൈം. നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ഒരു അത്ഭുത സൗഖ്യം, രോഗത്തിന്റെ വലിയ വിടുതലുകൾ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ.